ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. എത്ര കഴിച്ചാലും മടുപ്പ് വരില്ല. ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി തോന്നും. ഇത് ഉണ്ടാക്കിയെടുക്കാനാണെന്നുണ്ടെങ്കിലും നല്ല സിമ്പിളാണ്. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇത് എത്രത്തോളം ക്രിസ്പി ആണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ ചെറിയൊരു ഭാഗം കട്ട് ചെയ്തിട്ട് ഇതേപോലെ എടുത്ത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ ഇതേപോലെ നിറച്ചാണ് എടുത്തിട്ടുള്ളത് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പ് അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതേ കപ്പ് അളവിൽ അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. വറുത്ത അരിപ്പൊടി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു 250 ml കപ്പിൻ്റെ അളവിൽ തന്നെ 1/4 കപ്പ് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ള എള്ളോ കറുത്ത എള്ളോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ കറുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു നുള്ള് ചെറിയ ജീരകവും വലിയ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മുഴുവനെ ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ചെറിയൊരു സ്പൂൺ അളവിൽ 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഗരം മസാലപ്പൊടി, ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുരുമുളകും കൂടെ ഒന്നിച്ച് ചതച്ച് നേരത്തെ തന്നെ വെച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഒരു കളറ്. അത് ഞാനിവിടെ 1/2 സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ ഒരു കിഴങ്ങിൻ്റെ മിക്സ് ഇതിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി വെള്ളം ആവശ്യമുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ യോജിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ടിരിക്കണം ഈ മാവ്. ഇപ്പോൾ കുറച്ച് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മെഷർമെൻറ്റ് കപ്പിൻ്റെ 1/4 കപ്പിന് അതിൻ്റെ പകുതിയായിട്ട് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഒന്നിത് യോജിപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്കിത് കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മുടെ കൈ വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുകയോ ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതാ ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മാവ് നുള്ളിയിട്ട് അങ്ങ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതാ ഇതുപോലെയാണ് ചെയ്തിട്ടെടുക്കുന്നത്. ഭയങ്കര സിമ്പിളാണ്. ഇനി ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തു. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇതേ ഫ്ലെയിമിൽ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഒരേ പരുവത്തിന് വെന്ത് നന്നായിട്ട് കിട്ടും. അതുപോലെ ഇത് വെന്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം ഒരേപോലെ വെന്ത് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഒരുപാട് എണ്ണയൊന്നും കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.